UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ 6 മാസത്തിനകം ആകാശപാത പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ഗാന്ധി മണ്ഡപം എന്ന പേരിൽ 2 നിലകളിലായി നിർമ്മിക്കുന്ന ആകാശപാതയുടെ മുകളിൽ വ്യൂ പോയിന്റ് അടക്കം സ്ഥാപിച്ച പദ്ധതി പുതിയ രൂപത്തിലാണ് നടപ്പാക്കുന്നതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. അത് നമ്മൾ ഈ ഗവൺമെന്റ് പോയാൽ നിശ്ചയമായിട്ടും നമ്മളിത് പുതിയ രൂപത്തിൽ എയർ കണ്ടീഷൻഡാക്കി. ഇവിടെ തൃശ്ശൂർ എയർ കണ്ടീഷൻഡാണ്, ഇവിടെ അത് ചെയ്യാം. എയർ കണ്ടീഷൻഡായി അതിൻ്റെ മേളിൽ ഒരു നിലയും കൂടെ തീർത്ത് നമ്മൾ ജനങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അപ്ഡേറ്റ് ചെയ്ത് ജനങ്ങൾക്കായി അത് തുറന്നു കൊടുക്കും. ഏത് തലമുറയ്ക്കും ഇത് വലിയൊരു കാഴ്ച വസ്തുവായി കോട്ടയം പട്ടണത്തിലുണ്ടാവും. ജനങ്ങൾക്ക്, നമ്മുടെ ചെറുപ്പക്കാർക്ക് അവർക്കൊരു കാഴ്ച വസ്തുവായി അതുണ്ടാവും. അതാണ് നമ്മുടെ ലക്ഷ്യം. ആകാശപാത നടപ്പാക്കണമെന്ന കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ കരാർ ഊരാളുങ്കലിന് കൊടുക്കണമെന്ന നിർബന്ധ ബുദ്ധിയാണ് ഇപ്പോൾ നിർമ്മാണം വൈകുവാൻ കാരണമെന്നും MLA ആരോപിച്ചു. കോട്ടയം നഗരത്തിലെത്തുന്ന കാൽനട യാത്രക്കാർക്ക് ഗതാഗതക്കുരുക്കിൽപ്പെടാതെ സഞ്ചരിക്കാനൊരുക്കിയ പദ്ധതിയായിരുന്നു ആകാശപാത. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2015 ഡിസംബർ 22-നാണ് കോട്ടയം ശീമാട്ടി റൗണ്ടാനയിൽ ആകാശപാതയുടെ നിർമ്മാണം ആരംഭിച്ചത്. 6.5 മീറ്റർ ഉയരവും 15 ചതുരശ്ര അടി വിസ്തീർണവും 3 എസ്കലേറ്ററുകളോടും കൂടിയ നിർദ്ദിഷ്ട ആകാശപാത 5 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. ആദ്യഘട്ടത്തിൽ 5.18 കോടി രൂപയാണ് പദ്ധതിയുടെ നിർമ്മാണത്തിന് നൽകിയത്. കിറ്റ്കോയാണ് ആദ്യഘട്ടത്തിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തത്. 2016-ൽ LDF സർക്കാർ അധികാരത്തിലേറിയതിനെ തുടർന്ന് കിറ്റ്കോയ്ക്കുള്ള ഫണ്ട് കുടിശ്ശികയാകുകയും നിർമ്മാണം നിരക്കുകയുമായിരുന്നു. കിറ്റ്കോയെ മാറ്റി ഊരാളുങ്കലിനെ കൊണ്ടുവരാൻ സർക്കാർ ശ്രമിച്ചിരുന്നു. അതാണ് പദ്ധതി പാതി വഴിയിൽ നിന്നുപോയതെന്നുമാണ് ആരോപണം ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.